സുപ്രീം കോടതിയെ വിമർശിച്ച് വെട്ടിലായിരിക്കുകയാണ് ബി.ജെ.പി. എം.പി നിഷികാന്ത് ദുബെ. രാജ്യത്ത് നടക്കുന്ന ആഭ്യന്തര സംഘർഷങ്ങൾക്കെല്ലാം കാരണം ചീഫ് ജസ്റ്റിസ് ആണെന്ന പരാമർശമാണ് വിവാദമായിരിക്കുന്നത്. സംഗതി കുഴപ്പമാകുമെന്ന് കണ്ടതോടെ ബി.ജെ.പിയും ദുബെ കൈയൊഴിഞ്ഞ മട്ടാണ്. വഖഫുമായി ബന്ധപ്പെട്ടും ബില്ലുകൾ പാസാക്കുന്നതിൽ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചുള്ള സുപ്രീം കോടതി ഉത്തരവിനെക്കുറിച്ചും മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴായിരുന്നു ജാർഖണ്ഡിൽ നിന്നുള്ള ദുബെയുടെ വിവാദ പ്രതികരണം. ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്ന രാഷ്ട്രപതിയോടും നിയമങ്ങൾ ഉണ്ടാക്കുന്ന പാർലമെന്റിനോടും കോടതി ആജ്ഞാപിക്കുകയോ എന്നായിരുന്നു ദുബെയുടെ ചോദ്യം. രാജ്യത്തെ അരാജകത്വത്തിലേക്ക് നയിക്കാനാണോ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം രൂക്ഷ ഭാഷയിൽ ചോദ്യവും ഉയർത്തിയിരുന്നു. ഒപ്പം രാജ്യത്ത് മതയുദ്ധങ്ങൾ പ്രേരിപ്പിക്കുന്നതിന്റെ ഉത്തരവാദി സുപ്രീം കോടതിയാണെന്നും ആരോപിച്ചു. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്ക് സമയപരിധി നിർദ്ദേശിച്ച സുപ്രീം കോടതി വിധിക്കെതിരായ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ പരാമർശത്തിനെതിരെ വിവിധ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ദുബെയുടെ പ്രസ്താവന. അതേസമയം രാഷ്ട്രപതിയെ ആർക്കും വെല്ലുവിളിക്കാൻ കഴിയില്ലെന്ന മുന്നറിയിപ്പുമായി ബി.ജെ.പി. എം.പിയും മുൻ ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രിയുമായ ദിനേശ് ശർമ്മയും രംഗത്തെത്തിയിരുന്നു. കോടതിയുടെ അധികാരങ്ങളെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലായിരുന്നു ദിനേശ് ശർമ്മയുടെ പ്രതികരണങ്ങൾ. ദുബെയുടെ പരാമർശത്തിനെതിരെ പ്രതിപക്ഷ അംഗങ്ങൾ ഉൾപ്പെടെ രംഗത്ത് വന്നതോടെ അതെല്ലാം അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണെന്നായിരുന്നു ബി.ജെ.പി. ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ.പി. നദ്ദയുടെ പ്രതികരണം. നിഷികാന്ത് ദുബെയുടെയും ദിനേശ് ശർമ്മയുടെയും അഭിപ്രായങ്ങളിൽ ബി.ജെ.പിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ നേരത്തെയും വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയതിന്റെ പേരിൽ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയ നേതാവാണ് നിഷികാന്ത് ദുബെ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുതൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ വരെയുള്ള പ്രതിപക്ഷ നേതാക്കളെ ആക്രമിക്കുന്നതിൽ നേതൃത്വം നൽകിയ ബി.ജെ.പി. നേതാവാണ് ദുബെ. ലോക്സഭയിൽ സഹപാർലമെന്റേറിയൻ ഡാനിഷ് അലിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയ രമേശ് ബിദുടിയെ അനുകൂലിക്കുന്ന സമീപനമായിരുന്നു ഇദ്ദേഹം സ്വീകരിച്ചിരുന്നത്. കഴിഞ്ഞ ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റം മേഖലയിലെ ആദിവാസി ജനസംഖ്യയെ സാരമായി ബാധിച്ചുവെന്ന ബി.ജെ.പി. ആരോപണത്തിന് ചുക്കാൻ പിടിച്ചത് ദുബെയായിരുന്നു. ജാർഖണ്ഡിൽ ആദിവാസി ജനസംഖ്യ കുറഞ്ഞെന്നും NRC നടപ്പാക്കി ബംഗ്ലാദേശികളെ കൈവിലങ്ങ് ധരിപ്പിച്ച് നാട് കടത്തണമെന്നും അന്ന് ദുബെ ആവശ്യപ്പെട്ടിരുന്നു. ചീഫ് ജസ്റ്റിസിനെതിരായ പരാമർശത്തിൽ ദുബെക്കെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിക്ക് പരാതി ലഭിച്ചിട്ടുണ്ട്. വഖഫ് ഭേദഗതി നിയമത്തെ ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ കോടതി ഇടപെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ദുബെ വർഗീയ ധ്രുവീകരണ പ്രസ്താവനകൾ നടത്തിയതായാണ് പരാതിയിൽ പറയുന്നത്. രാജ്യത്തെ പരമോന്നത ജുഡീഷ്യൽ ഓഫീസിനെ അപകീർത്തിപ്പെടുത്തി പൊതുജനങ്ങൾക്കിടയിൽ കോടതികൾക്കെതിരെ പ്രകോപനമുണ്ടാക്കാനാണ് ശ്രമമെന്ന് അറ്റോർണി ജനറലിന് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നുമുണ്ട്. ബി.ജെ.പി. നേതാക്കന്മാരുടെ പരാമർശങ്ങൾക്കെതിരെ കോൺഗ്രസും ശക്തമായി തന്നെയാണ് പ്രതികരിക്കുന്നത്. ചീഫ് ജസ്റ്റിസിനെതിരായ പരാമർശത്തിൽ നിന്ന് ബി.ജെ.പി. അകലം പാലിക്കുന്നത് മുഖം രക്ഷിക്കാനുള്ള പരിപാടിയാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ബി.ജെ.പിയുടേത് രാഷ്ട്രീയ കാപട്യമാണ്. പലപ്പോഴായി വിദ്വേഷ പ്രസംഗങ്ങൾ പ്രവർത്തിക്കുന്നവരാണ് രണ്ട് നേതാക്കന്മാരും. സമുദായങ്ങളെയും സ്ഥാപനങ്ങളെയും വ്യക്തികളെയും ആക്രമിക്കാൻ ബി.ജെ.പി. ഇവരെ ഉപയോഗിക്കുകയാണെന്നാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന്റെ വാദം. ദുബെയുടെ വിഷയത്തിൽ കർശന നടപടി ആവശ്യമാണെന്നാണ് ലോക്സഭാ സ്പീക്കർക്കുൾപ്പെടെ പ്രതിപക്ഷം പരാതി നൽകിയിരിക്കുന്നത്. തുടർച്ചയായുള്ള സുപ്രീം കോടതി ഇടപെടലുകളിൽ ബി.ജെ.പി. അത്ര തൃപ്തരായിരുന്നില്ല. ബില്ലുകൾ പാസാക്കുന്നതിൽ ഗവർണർമാരുടെ ഇടപെടലിനെ കുറിച്ചുള്ള കാര്യത്തിൽ രാഷ്ട്രപതിക്കുൾപ്പെടെ സമയപരിധി നിശ്ചയിച്ചത് ബി.ജെ.പി. നേതാക്കളെ ചൊടിപ്പിച്ചിരുന്നു.